നിങ്ങൾക്ക് അല്പം ഭക്ഷണം കഴിച്ച് ഊർജ്ജസ്വലമായിരിക്കാനും ശരീരഭാരം നിലനിർത്താനും സാധിക്കും. നിങ്ങളുടെ ഷുഗർ പെട്ടെന്ന് കൂടുകയുമില്ല, കൂടുതൽ സമയത്തേക്ക് വിശപ്പ് തോന്നുകയുമില്ല. ഇതിൽ ഇരുമ്പുണ്ട്, അതോടൊപ്പം ധാരാളം ഫൈബറുമുണ്ട്. നിങ്ങളുടെ ബുദ്ധിശക്തിയും ശാരീരിക ശേഷിയും ഒരുപോലെ മികച്ചതാകാൻ ഇത് സഹായിക്കും. നിങ്ങൾ സ്വയം ദഹന വ്യവസ്ഥയെ ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഘടനയെ നോക്കിയാൽ ഇത് സസ്യഭക്ഷണത്തിന് അനുയോജ്യമായതാണെന്ന് വ്യക്തമായി കാണിച്ചു തരുന്ന പല ഘടകങ്ങളുണ്ട്. നാം നിലനിൽപ്പിന് വേണ്ടിയാണ് മാംസാഹാരം കഴിക്കാൻ തുടങ്ങിയത്. നിലനിൽപ്പ് ഒരു പ്രശ്നമാകുമ്പോൾ കിട്ടുന്നത് എന്തും നമ്മൾ കഴിക്കും. ഇതൊരു ധാർമ്മിക പ്രശ്നമല്ല, ഇത് മതത്തിൻ്റെ പ്രശ്നമല്ല, തത്വശാസ്ത്രവുമല്ല. ഒരു പ്രത്യേക യന്ത്രത്തിന് ഏതുതരം ഇന്ധനമാണ് ഏറ്റവും അനുയോജ്യം എന്ന പ്രശ്നം മാത്രമാണത്. നിങ്ങൾക്കൊരു പെട്രോൾ ബൈക്ക് ഉണ്ടെങ്കിൽ അതിൽ പകുതി ഡീസൽ അടിച്ചാലും അത് ഓടും. പക്ഷേ അത് വെച്ച് റേസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ചോദ്യം ഇത്രമാത്രമാണ്: ഏതുതരം ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്കതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കണോ, അതോ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകണോ? എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതിയെങ്കിൽ തോന്നിയതെന്തും തിന്നോളൂ, അതിൽ എന്താണ് പ്രശ്നം? പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ജീവിക്കണമെങ്കിൽ, നിങ്ങളുടെ ശരീരവും ബുദ്ധിയും ഏറ്റവും നന്നായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് കൃത്യമായൊരു ഭക്ഷണ രീതിയുണ്ട്. നിങ്ങൾ ബോധപൂർവ്വം ശ്രദ്ധിച്ചാൽ ശരീരം തികച്ചും വ്യത്യസ്തമായൊരു തലത്തിൽ പ്രവർത്തിക്കുന്നത് കാണാം. കാരണം ഭക്ഷണം വെറും ഒരു ഇന്ധനമാണ്, മതമല്ല. നിങ്ങൾ അതിൽ വിശ്വസിക്കേണ്ട. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. If you eat vegetarian diet, you have to eat consciously. You must make sure there's substantial variety. പോഷകാഹാരം എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ട ചില വസ്തുക്കൾ മാത്രമല്ല, നിങ്ങളുടെ ജീവനെ നിലനിർത്തുന്ന ഒന്നാണ് പോഷണം. അങ്ങനെയെങ്കിൽ ഈ മില്ലറ്റുകൾക്ക് മനുഷ്യ ശരീരത്തെ പല രീതിയിൽ താങ്ങി നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. മറ്റെല്ലാ ധാന്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് മില്ലറ്റുകളിലാണ്. കൂടാതെ കാൽസ്യം, ഇരുമ്പ്, പിന്നെ നിരവധി സൂക്ഷ്മ പോഷകങ്ങളും ഇതിലുണ്ട്. ഇതൊന്നും സാധാരണ വിപണിയിൽ കിട്ടുന്ന ഗോതമ്പിലോ അരിയിലോ കാണുകയില്ല. ഇന്ന് ഭൂരിഭാഗം പേരും കഴിക്കുന്നത് ഇതാണല്ലോ. പ്രത്യേകിച്ച് കർണാടകയിൽ വെറും 40 വർഷം മുമ്പ് വരെ എല്ലാ വീടുകളിലും റാഗി പ്രധാന ഭക്ഷണമായിരുന്നു. റാഗി മുദ്ദ ജനപ്രിയമാണ്. റാഗി കൊണ്ട് പലഹാരങ്ങൾ പലതുണ്ടാക്കാം. വളരുന്ന കുട്ടികൾക്ക് റാഗി അമ്പലി സ്ഥിരമായി കൊടുക്കുമായിരുന്നു. റാഗി ദോശ, റാഗി റൊട്ടി ഇവയെല്ലാം വലിയ കാര്യമായിരുന്നു. അരി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തും റാഗി കൊണ്ടും ഉണ്ടാക്കാം. പക്ഷെ നമ്മളൊരു ഒറ്റ ധാന്യത്തിൻ്റെ കെണിയിൽപ്പെട്ടുപോയി. ഭക്ഷണത്തിൽ പകുതിയെങ്കിലും മില്ലറ്റുകളിലേക്ക് മാറ്റിയാൽ, യാത്രകളും മറ്റും കാരണം 100% സാധിച്ചില്ലെങ്കിൽ പോലും പകുതിയെങ്കിലും മാറ്റിയാൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കാണാം. ഒന്നാമതായി, നിങ്ങളുടെ പൊതുവായ ആരോഗ്യവും ഊർജ നിലയും ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ ഉയർന്നതായിരിക്കും. രണ്ടാമതായി, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിച്ച് കൂടുതൽ ഊർജ്ജസ്വലനായിരിക്കാനും ശരീരഭാരം നിലനിർത്താനും കഴിയും. മില്ലറ്റുകളുടെ കാര്യത്തിൽ മറ്റൊരു പ്രധാന കാര്യം, അവ പതുക്കെയേ ഊർജം പെട്ടെന്ന് പുറത്തുവിടൂ. നിങ്ങളുടെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുകയുമില്ല. അതൊരു സാവധാനത്തിലുള്ള പ്രക്രിയയാണ്. കുറഞ്ഞ ഭക്ഷണം കൊണ്ട് കൂടുതൽ സമയത്തേക്ക് നിങ്ങൾക്ക് വിശപ്പ് തോന്നുകയുമില്ല. ഇത് വളരെ നല്ല കാര്യമാണ്, വളരെ എളുപ്പവുമാണ്. നിങ്ങളിൽ വ്രതമെടുക്കുന്നവരും ഉപവാസത്തിലൂടെയും ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗിലൂടെയും ഒക്കെ ഭക്ഷണം ക്രമീകരിക്കാൻ നോക്കുന്നവരും ഉണ്ടെങ്കിൽ, അത്തരം ജീവിത രീതിക്ക് മില്ലറ്റുകൾ ഏറ്റവും അനുയോജ്യമാണെന്ന് കാണാം. എല്ലാത്തിനുമുപരി മില്ലറ്റുകൾ നിങ്ങൾ ജീവിക്കുന്ന മണ്ണുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഈ മണ്ണിൻ്റെ സ്വാഭാവികമായ ഒരു അംശമാണ്. കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായതും അതുതന്നെയാണ്. കാരണം ഈ നാടും മണ്ണും നിങ്ങളുടെ ശരീരവും 3 വ്യത്യസ്ത കാര്യങ്ങളല്ല, അവ ഒന്നാണ്. നമ്മളിതിപ്പോഴേ മനസ്സിലാക്കുമോ, അതോ മരിച്ചു മണ്ണടിയുമ്പോഴേ മനസ്സിലാക്കുകയുള്ളൂ എന്നതാണ് ചോദ്യം. അതിനാൽ മില്ലറ്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഉത്തരവാദിത്വമുള്ള ഓരോ പൗരനും ഇത് ചെയ്യണം. സ്വന്തം ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി, ഒപ്പം ഈ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നന്മയ്ക്കും ഭൂമിയുടെ പാരിസ്ഥിതിക വൈവിധ്യത്തിനും വേണ്ടി, പ്രത്യേകിച്ച് വളരുന്ന കുട്ടികളുള്ള വീട്ടിൽ മില്ലറ്റുകൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഇലക്കറികളുടെ ഒരു വലിയ ഗുണം, അത് നിങ്ങൾക്ക് ഇരുമ്പ് സത്ത് നൽകുന്നു. ഒപ്പം ധാരാളം നാരുകൾ നൽകുന്നതുവഴി ശരീരത്തിൽ ഭക്ഷണത്തിന്റെ സഞ്ചാരം എളുപ്പമാക്കുന്നു.
ഇലകളിലെ പ്രോട്ടോപ്ലാസം, അതായത് അതിന് പച്ച നിറം നൽകുന്ന ഘടകം പച്ചയോടെ കഴിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ദഹിപ്പിക്കാൻ കഴിയില്ല. വേവിച്ചാൽ ഒരു പരിധിവരെ ദഹിച്ചേക്കാം. പച്ചിലകളുടെ ചില വശങ്ങൾ മാത്രമേ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ കഴിയൂ, ബാക്കി പാഴായി പോകും. പക്ഷേ അത് മറ്റൊരു ലക്ഷ്യം നിറവേറ്റുന്നുണ്ട്. അതായത് ഈ നാരുകളാണ് ആവശ്യത്തിന് പച്ചിലകൾ കഴിച്ചാൽ, വേവിക്കാത്ത പച്ചിലകൾ കഴിച്ചാൽ പോലും അതൊരു ബ്രഷ് പോലെ പ്രവർത്തിക്കും. അത് നിങ്ങളുടെ ദഹനനാളത്തിലെ കഫത്തെ തുടച്ചു മാറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീട്ടിൽ പൂച്ചയോ നായോ ഉണ്ടെങ്കിൽ അവ വല്ലപ്പോഴും പുല്ല് തിന്നാറുണ്ട്. അതവരുടെ ഭക്ഷണമല്ല, പക്ഷെ അവ അത് തിന്നുന്നത് കഫം വൃത്തിയാക്കാനാണ്. തങ്ങളുടെ ഉള്ളിൽ കഫം നിറഞ്ഞിരിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള ബോധം അവർക്കുണ്ട്. മനുഷ്യർക്ക് ഇവിടെ കഫം കൂടുതലാണ്, അതുകൊണ്ട് അവർക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇലക്കറികൾ കഴിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരീരത്തിൽ ആവശ്യമില്ലാത്ത മാലിന്യങ്ങൾ അവശേഷിപ്പിക്കുന്നില്ല എന്നത് ഉറപ്പാക്കുന്നു. അങ്ങനെ ഒരു ഫലം തരാൻ ഇതിന് കുറഞ്ഞത് 24 മണിക്കൂർ അല്ലെങ്കിൽ 18 മുതൽ 20 മണിക്കൂർ വരെ സമയം വേണം. അതുകൊണ്ട് ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ വളരെ നേരത്തെ തന്നെ കഴിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത ദിവസം നല്ലൊരു മലശോധനയായി പ്രവർത്തിച്ച് എല്ലാം വൃത്തിയാക്കൂ. അപ്പോൾ നിങ്ങളിത് രാത്രിയിലാണ് കഴിക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. പകൽ നേരത്തെ തന്നെ കഴിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നന്നായി അറിയാം, ഏറ്റവും എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണം പഴവർഗ്ഗങ്ങളാണ്. ദഹനമെന്നാൽ ജഠരാഗ്നിയാണ്. അത് ദഹനപ്രക്രിയയുടെ അഗ്നി, ജഠരാഗ്നി എന്നാണ് അറിയപ്പെടുന്നത്. ഈ അഗ്നി ഏറ്റവും ഫലപ്രദമായി കത്തണമെങ്കിൽ പഴങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ചത്. അതുകൊണ്ട് പഴങ്ങൾക്ക് ശരീരത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആവശ്യത്തിന് പഴങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. നിങ്ങളുടെ ജീവിത രീതി എന്തായാലും ശരി, നിങ്ങൾക്ക് വളരെ ഉന്മേഷത്തോടെ ഇരിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ ദിവസവും പുറത്ത് മണ്ണ് കിളയ്ക്കുകയോ കഠിനാധ്വാനം ചെയ്യുകയോ ആണെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചാൽ ഓരോ 2 മണിക്കൂറിലും നിങ്ങൾക്ക് വിശപ്പ് തോന്നിയേക്കാം. കാരണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ ഇത് പെട്ടെന്ന് ദഹിച്ചു പോകുന്നതുകൊണ്ട് വയർ ശൂന്യമായതുപോലെ തോന്നും. വയർ ശൂന്യമായിരുന്നിട്ടും കൂടുതൽ ഊർജത്തോടെ ഇരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നതുവരെ അങ്ങനെ തോന്നാം. കാരണം വിശപ്പ് എന്നാൽ ഊർജം തീരുന്ന അവസ്ഥയാണ്, ബാറ്ററി തീരുന്ന പോലെ. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇന്ന് പലരും, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകളും എന്ന് പറയാം, വയറ്റിൽ ചെറിയൊരു ശൂന്യത തോന്നുമ്പോൾ തന്നെ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിന്നും പുറത്തു കടക്കാൻ അല്പം ബോധം ആവശ്യമാണ്. വയർ ശൂന്യമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ഉള്ളിൽ ഊർജ്ജമുണ്ട്. നിങ്ങളുടെ ഊർജ്ജം കുറയാൻ തുടങ്ങുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായ ഒരു ഫ്രൂട്ട് ഡയറ്റിലേക്ക് മാറുകയാണെങ്കിൽ ഉച്ചഭക്ഷണത്തിന് കുറച്ച് സമയം കൂടുതലെടുത്ത് പതുക്കെ കഴിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ആവശ്യത്തിന് പഴങ്ങൾ ഉള്ളിലെത്തൂ. കാരണം കുറച്ചു പഴങ്ങൾ കഴിക്കുമ്പോഴേക്കും വയർ നിറഞ്ഞതായി തോന്നും, അവ മധുരമുള്ളതായതുകൊണ്ട്. അതുകൊണ്ട് കുറച്ചു സമയം കാത്തിരുന്ന് പതുക്കെ കഴിക്കണം. നമ്മുടെ ഉള്ളിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ സാധാരണ കഴിക്കുന്ന വേവിച്ച ഭക്ഷണം കഴിക്കാൻ 10-12 മിനിറ്റാണ് എടുക്കുന്നതെങ്കിൽ, പഴങ്ങൾ കഴിക്കുമ്പോഴും ഈ 10-12 മിനിറ്റ് കഴിയുമ്പോഴേക്കും മതിയായി എന്ന് ശരീരം പറയും. അതുകൊണ്ട് നിങ്ങൾ ബോധപൂർവം കൂടുതൽ കഴിക്കണം. കാരണം അത് സമയം കണക്കാക്കുകയാണ് ചെയ്യുന്നത്. വയർ നിറഞ്ഞു എന്നല്ല നോക്കുന്നത്, സമയം മാത്രമാണ് നോക്കുന്നത്. ആ 10-12 മിനിറ്റ് കഴിഞ്ഞാൽ വയർ നിറഞ്ഞതായി നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അതിനപ്പുറം പോയി ആവശ്യത്തിന് കഴിക്കാൻ ശ്രദ്ധിക്കണം. പക്ഷെ നിങ്ങൾ ഫ്രൂട്ട് ഡയറ്റ് മാത്രമേ എടുക്കുകയും ശാരീരികമായി കഠിനാധ്വാനം ചെയ്യുകയുമാണെങ്കിൽ, ഭക്ഷണരീതി ദിവസത്തിൽ 3 തവണ ആക്കുന്നത് നന്നായിരിക്കും. നിങ്ങളിൽ പലരും ഇപ്പോൾ തന്നെ ഇത് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ദിവസത്തിൽ 3 തവണ നിങ്ങൾ 6-8 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ
ബാക്കി വരുന്ന 16-18 മണിക്കൂറിലേക്ക് പഴങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ 3 നേരത്തെ ഭക്ഷണം ധാരാളമാണ്. പക്ഷെ 2 മണിക്കൂറിൽ വയർ ശൂന്യമായതായി തോന്നും. അപ്പോൾ ഉയർന്ന ഊർജ്ജനിലയും ശൂന്യമായ വയറോടെ ഇരിക്കാനും നിങ്ങൾ ശീലിക്കണം. ഈ സമയത്താണ് നിങ്ങളുടെ ബുദ്ധി ഏറ്റവും നന്നായി പ്രവർത്തിക്കുക. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതും ഈ സമയത്താണ്. അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിശക്തിയും ശാരീരിക അധ്വാനവും ഒരുപോലെ കൊണ്ടുപോകാൻ ഇത് കൃത്യമായി സഹായിക്കും. അതെ, പഴങ്ങൾ വലിയൊരു മാറ്റമുണ്ടാക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ മനുഷ്യരെ വിലയിരുത്തുന്നത് ജോലിസ്ഥലങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനുഷ്യരുടെ ബുദ്ധിശക്തി നോക്കിയാണ് നമ്മളവരെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇതിന് പഴങ്ങൾ വലിയൊരു മാറ്റം വരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. പാരിസ്ഥിതികമായും വിവേകപൂർവവുമായ കാര്യം ഇതുതന്നെയാണ്.